എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ്. 30 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തിരുവാതിര നക്ഷത്രമാണ്. പാലക്കാട് ജില്ലയിലാണ്. ഇടത്തരം ആളുകളാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇടത്തരക്കാരുടെ ഒരു ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവർക്ക് ജില്ല ജോലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ ഡിമാൻഡൊന്നുമില്ല. നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇടത്തരം എന്ന് പറഞ്ഞാൽ വലിയ ഹൈ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, പറ്റ താഴ്ന്ന ആൾക്കാരുമല്ല. കുട്ടി കാണാനൊക്കെ നല്ല കുട്ടിയാണ്, വെളുത്തിട്ടാണ്, കാണാനൊക്കെ ഭംഗിയുണ്ട്. അടുത്തതൊരു ഇവരെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്തൊരു യുവതിയാണ്. 36 വയസ്സുണ്ട്. ഡൈവോഴ്സ് ആയതാണ്. പൂരോരുട്ടാതി നക്ഷത്രം. കുട്ടികളൊന്നുമില്ല. അവർക്ക് ജാതി ഏതായാലും ജില്ല ഏതായാലും ഒന്നും പ്രശ്നമില്ല. നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാണാനും ഇതേപോലെ 36 വയസ്സൊന്നും തോന്നില്ല. ഒരു 30 വയസ്സ് 29 വയസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയുള്ളൂ. നല്ല കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണ്. സാധാരണക്കാരാണ്. അപ്പോൾ അവർ പറയുന്നത് വലിയ ഹൈ ലെവലുള്ള ആൾക്കാരൊന്നും വേണ്ട, സാധാരണക്കാർ മതി, സാധാരണ ജോലിക്കാരായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 27 വയസ്സ്. ചോതി നക്ഷത്രമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പാലക്കാട് ജില്ലയിലാണ്. ജോലി പ്രശ്നമില്ല അവർക്ക്. ജോലി ജില്ല ഏതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അനുയോജ്യമായിട്ടുള്ള ഏതൊരാലോചനയും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 26 വയസ്സുണ്ട്. TTC ആണ്, കമ്പ്യൂട്ടർ TTC. അപ്പോൾ ഇവർ ചോതി നക്ഷത്രമാണ്. മലപ്പുറം ജില്ലയിലാണ്. ജില്ല ജോലി ഏതായാലും കുഴപ്പമില്ല, സാധാരണക്കാർ മതി, കാരണം അവർ സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ ആലോചന മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 160 ഈ കുട്ടിയുടെ ഹൈറ്റ് വരുന്നത്. അതിനനുയോജ്യമായിട്ടുള്ള ആൾക്കാർ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു യുവതിയാണ്. 28 വയസ്സുണ്ട്. ചതയം നക്ഷത്രമാണ്. പെയിൻറ്റ് ഷോപ്പിൽ ജോലിയാണ് അവർക്ക്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ഇടുക്കി ജില്ലയിലാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ജില്ല ജാതി അങ്ങനത്തെ പ്രശ്നമില്ല അവർക്ക്. ഹിന്ദുവിൽ ഏത് ജാതി ആയാലും നോക്കാം, അതുപോലെ ഏത് ജില്ല ആയാലും നോക്കാം. നല്ല സ്വഭാവം ആവണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു യുവതിയാണ്. 44 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. കുട്ടികളില്ല. ഇനിയിപ്പോൾ കുട്ടികളുള്ള പുനർവിവാഹിതരായാലും കുഴപ്പമില്ല, രത്ത് നിൽക്കാൻ പറ്റുന്നവരായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 32 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. കുട്ടികളില്ല. 3 ദിവസത്തെ ഒരു ബന്ധം മാത്രമേ അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ജില്ല ജോലി അങ്ങനത്തെ ഇതൊന്നും പ്രശ്നമില്ല. സമാന ജാതി ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. SC ST അല്ലാതെ മറ്റുള്ള കാസ്റ്റ് ആണെങ്കിലും നോക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. ആദ്യ വിവാഹമാണ്. 29 വയസ്സുണ്ട്. ഡിഗ്രിയാണ്. അവിട്ടം നക്ഷത്രമാണ്. ഇവർ പറയുന്നത് ബാധ്യതയില്ലാത്ത, ഇനിയിപ്പോൾ നല്ലതൊക്കെ ആണെങ്കിൽ ബാധ്യതയില്ലാത്തൊരു സെക്കൻഡ് മാരേജ് ആയാലും നോക്കാം, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. കൊല്ലം ജില്ലയിലാണ്. ജാതി അങ്ങനത്തെ പ്രശ്നമില്ല. SC ST ഒഴികെ ഹിന്ദുവിൽ ഏത് ജാതിയും നോക്കും. ഇനിയിപ്പോൾ ബാധ്യതയില്ലാത്തൊരു സെക്കൻഡ് മാരേജ് ആണ്, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു യുവതിയാണ്. 22 വയസ്സുണ്ട്. മലപ്പുറം ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. വിശാഖ നക്ഷത്രമാണ്. സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ ആലോചന മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഹിന്ദു യുവതിയാണ്. 55 വയസ്സുണ്ട്. തൃശ്ശൂർ ജില്ല. ജാതി ബാധ്യത ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. ദത്ത് നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ കൂടുതൽ താല്പര്യമാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ്. 41 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്.
പുനർവിവാഹം ആയാലും അവർ നോക്കുന്നുണ്ട്. കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 35 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. കുട്ടികളില്ല. എറണാകുളം ജില്ലയിലാണ്. കുട്ടികളുള്ളവരായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. ജാതി ഏതായാലും അവർ നോക്കുന്നതാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 22 വയസ്സ്. കാർത്തിക നക്ഷത്രം. പാലക്കാട് ജില്ലയാണ്. ജില്ലാ ജോലി ഏതായാലും നോക്കാമെന്നാണ് പറയുന്നത്. ഇടത്തര ഫാമിലിയാണ്. ഇടത്തരക്കാരുടെ ആലോചന മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ആശാരി യുവതിയാണ്. 35 വയസ്സ്. അവിട്ടം നക്ഷത്രം. ഹിന്ദു ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ്. സാധാരണക്കാരാണ്. അവർ ടൈലറാണ് പെൺകുട്ടി. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 36 വയസ്സിൻ്റെ. ഡിഗ്രിയാണ്. ഇടത്തരം ഫാമിലിയാണ്. പുനർവിവാഹമാണ്. ഇവർ കുട്ടികളില്ല. കുട്ടികളുള്ളവരെയും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതി ഇതേപോലെ ഏത് ജാതി ആയാലും അവർക്ക് കുഴപ്പമില്ല. നല്ല സ്വഭാവമുള്ള ഒരാളാവണം. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 37 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. പാലക്കാട് ജില്ലയിലാണ് വീട്. ഡിഗ്രിയാണ്. ജോലി വിദ്യാഭ്യാസം ഏതായാലും കുട്ടികളുള്ളതായാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള ഒരാളാവണം. ഈ പെൺകുട്ടിയെ കണ്ടാൽ ഒരു 30 വയസ്സൊക്കെ തോന്നുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. സാധാരണക്കാരാണ്. വലിയ ഹൈ ഫാമിലി ഒന്നും അല്ല. അപ്പോൾ അവർ അങ്ങനെ ഒരു ഡിമാൻഡല്ല പറഞ്ഞിട്ടുള്ളത്. അവരെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഏതായാലും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. ആദ്യ വിവാഹമാണ്. പുനർവിവാഹവും നോക്കാമെന്ന് പറയുന്നുണ്ട്. ജാതി ജില്ല പ്രശ്നമില്ല. ഇടത്തരക്കാരാണ്. ഇവർക്ക് 40 വയസ്സുണ്ട്. 40 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരൊരു 50 52 വയസ്സ് വരെ നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 27 വയസ്സ്. ഉത്രട്ടാതി നക്ഷത്രമാണ്. ഡിഗ്രിയാണ് അവരുടെ വിദ്യാഭ്യാസം. പാലക്കാട് ജില്ലയിലാണ്. കൂലിപ്പണിക്കാരാണ്. സാധാരണക്കാർ മതി. സാധാരണ ജോലിക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത്. അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു യുവാവിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. അഭിജിത്ത് എന്നാണ് പേര്. അഭിജിത്ത് സജീവ്. നായർ കാസ്റ്റാണ്. പൂയം നക്ഷത്രം. 5'7" ഹൈറ്റ്. BBA ഡിപ്ലോമയാണ്. ജോലി ഒമാനിലാണ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു സിസ്റ്റർ ഒരു ബ്രദറുണ്ട്. അവർ യാതൊരു ഡിമാൻഡും പറയണില്ല. കാണാൻ തരക്കേടില്ലാത്തൊരു കുട്ടിയാവണം എന്നുള്ളതാണ്. ഇവരെ പേരൻറ്റിൻ്റെ നമ്പർ 87 14 27 70 52. ഇവരുടെ വാട്സപ്പ് നമ്പർ 88 48 21 22 05. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തത് ഒരു സജീവ് എന്നാണ് പേര്. 35 വയസ്സ്. കൊല്ലം ജില്ല. ഈഴവയാണ്. ചതയ നക്ഷത്രമാണ്. +2 ആണ്. ജോബ് ഗ്യാസ് വെൽഡിംഗ് ആണ്. ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛനില്ല. അമ്മ ഹൗസ് വൈഫാണ്. ഒരു സിസ്റ്റർ ഉണ്ട്. കല്യാണം കഴിഞ്ഞതാണ്. വേറെ യാതൊരു ഡിമാൻഡും ഇല്ല. ഇവരുടെ നമ്പർ 94 95 48 55 91 ഈ നമ്പറാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. അടുത്തൊരു SC യുവാവാണ്. 34 വയസ്സ്. ഡിഗ്രിയാണ്. പഞ്ചായത്തിൽ ജോലിയുണ്ട്. ജാതിയൊന്നും നോക്കുന്നില്ല. അട്ടപ്പാടി ഭാഗത്താണ്. പാലക്കാട് ജില്ലയിൽ. ജാതി മതം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല സ്വഭാവമുള്ള തരക്കേടില്ലാത്തൊരു കുട്ടിയാവണം. അത്രേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ഇവരുടെ നമ്പർ 80 86 72 65 74. അപ്പോൾ ഇന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽസാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.